അപ്പൊ നിങ്ങൾ പേടിക്കണ്ടോ ഇപ്പൊ RCB കപ്പ് എടുക്കും? അത് 100% എടുക്കൂല, ഉറപ്പാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് കുറച്ച് നമ്മളെന്തോ സപ്പോർട്ട്. അപ്പൊ നീ പറഞ്ഞ RCB കപ്പ് എടുക്കാൻ ചാൻസ് ഇല്ല, അതെന്തുകൊണ്ടാണ്? ഒന്നാമത് എനിക്ക് അധികം ഇഷ്ടല്ല, അത് കാരണല്ലേ. ഓവർടൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓവർടൺ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഓവർടൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓവർടൺ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷെ പന്തിന്റെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ഹർദിക് പാണ്ഡ്യ ബോളേഴ്സ് പറയുന്ന പോലെ ഫീൽഡ് ഇടാനായിട്ട്, ഈവൻ ബുംറ പറയുന്ന പോലെ പോലും ഫീൽഡ് ഇടാനായിട്ട് റിക്കിൾട്ടൺ നല്ല ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സഹായിച്ചു കളി ജയിപ്പിക്കാൻ. പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ ടോപ്പ് പ്ലേ ഓഫിൽ കയറണമെങ്കിൽ 4 ടീം ഏതൊക്കെയാണെന്ന് ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു പുതിയൊരു അതിഥി ഉണ്ട്. ആളുടെ പേര് ആൽവിൻ എന്നാണ്. പിന്നെ നമ്മുടെ മെയിൻ ആളുണ്ട്. മെയിൻ ആളുടെ കാലാരോ തല്ലി പിടിച്ചേക്കായിരുന്നു. RCB ഫാൻസിന്റെ കൂടോത്രം വലിച്ചോ? കൂടോത്രം വലിച്ചോ? RCB എന്തായാലും വിജയ വഴിയിൽ തിരിച്ചെത്തിയേക്കല്ലേ. അപ്പൊ RCBയുടെ മൊത്തത്തിൽ ഈ സീസൺ RCB ആണ് കുറെയൊക്കെ ഡൊമിനേറ്റ് ചെയ്യുന്നത്, പോയിന്റ് ടേബിളിലും കളിയിലും എല്ലാ കാര്യത്തിലും. അപ്പോ RCB ഫാൻസിനും അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും ചിലപ്പോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ RCB മുന്നോട്ട് തന്നെയാണ് അല്ലേ, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവര്. പക്ഷെ നമ്മുടെ ചെന്നൈ ബാക്കോട്ട് പോയി. അതെന്താണ് ഇപ്പോഴും ചെന്നൈ വന്നേക്കാണ്. ചെന്നൈ ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ 3 കളി തോറ്റൊരു ടീം ഇന്നിപ്പോ 6 കളി ജയിച്ച് 12 പോയിന്റ് ആയിട്ട് 5ാം സ്ഥാനത്തുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. കാരണം ഇപ്പൊ ഇഞ്ചുറി ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വന്ന ടീം ചെന്നൈയാണ്. ഇത്ര ഇഞ്ചുറി ഒക്കെ വന്നിട്ട് മെയിൻ ബോളേഴ്സ് ഇല്ല, ബോളേഴ്സ് ആരും ഇല്ല എന്ന് പറഞ്ഞ ടീം ഏറ്റവും എക്കണോമിക്കലായിട്ട് ഈ ഇപ്പൊ ഇതുവരെ ഏറ്റവും എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തൊരു ടീം ചെന്നൈയാണ്. അപ്പൊ അത് ഒരു അഭിമാന നേട്ടമാണല്ലോ. ഹാപ്പിയാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഹാപ്പിയാണോ ചോദിച്ചാൽ കംപ്ലീറ്റ് ഹാപ്പി അല്ല. കാരണം ഇപ്പൊ നമ്മുടെ മിഡിൽ ഓർഡറിലെ ബാറ്റിംഗ് പെർഫോമൻസ് കഴിഞ്ഞ കളി നമ്മളിപ്പോ LSG കളി ഉർവിൽ പട്ടേലിന്റെ ഒരു എന്താണ് അതിഗംഭീരമായിട്ടൊരു ഇന്നിങ്സ് വന്നു. നമ്മൾ 6 ഓവറിൽ 96 റൺസ് എത്തി. ചെന്നൈ 2019-18 ശേഷം ഒന്നും ഇത്രയും വലിയൊരു പവർ പ്ലേ സ്കോർ ചെന്നൈക്ക് ഉണ്ടായിട്ടില്ല. പവർ പ്ലേയിൽ നോർമലി ചെന്നൈ ടുക്കാണ്, മരനടലാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്താണ് 5 6 ഒക്കെ അടുപ്പിച്ചടിക്കുന്നത്. 8 6ഓളം പവർ പ്ലേയിൽ ചെന്നൈയുടെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ കളി തോൽക്കേണ്ട വക്കിൽ വരെ എത്തി. ഒരു പക്ഷെ പന്തിന്റെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു കോച്ചിങ് സ്റ്റാഫിൽ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി എടുത്തൊരു പൊട്ട തീരുമാനം കൊണ്ട് ചെന്നൈക്ക് ഗുണമായി. ലാസ്റ്റ് ഓവർ മാത്രം വന്നു. ഒരു പക്ഷെ അവിടെ ഒരു പേസ് ബോളറാണ് ചെന്നൈ കളി കുട്ടി. കോമഡി ആയിരുന്നു എന്തായാലും. നിങ്ങൾ ജയിക്കി വേണ്ട, നിങ്ങൾ ജയിക്കി വേണ്ട, നിങ്ങൾ ജയിക്കി വേണ്ട, ഞങ്ങൾ ജയിക്കി, ആ ഒരു കൂടായിരുന്നു അവര്. അപ്പോ ആൽവിനെ പറ്റി പറയുകയാണെങ്കിൽ ആൽവിൻ രാജസ്ഥാന്റെ ഒരു ഫാനാണ്. സഞ്ജു ഇല്ലാത്ത കാലത്തും സഞ്ജു പോയ കാലത്തും RRന്റെ ഫാനാണ്. അപ്പൊ RRന്റെ അവസ്ഥ എങ്ങനെയാണ്? ഭാവി സൂപ്പർ സ്റ്റാർ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ എന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വൈഭവും ജയ്സ്വാളും പോയി കഴിഞ്ഞാൽ ടീം മൊത്തത്തിൽ താഴെ പോവാണ്. അതായത് മിഡില് കളിക്കുന്നില്ല. പരാഗ് വെറുതെയാണ്, ക്യാപ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രം കളിക്കുന്നത്. കഴിഞ്ഞ വർഷം പരാഗില്ല, അതുകൊണ്ട് ആ ഒരു ഇത് വന്നു. അയാളോട് എന്താ പറയാ പ്രോപ്പർ ഒരു ബാറ്റ്സ്മാൻ ഇല്ല. പിന്നെ മിഡിൽ ഓർഡറിൽ കഴിഞ്ഞ വർഷം ജഡേജ കയറി കളിച്ചു. ഓക്കെ, ജഡേജ നന്നായി കളിച്ചു, പക്ഷെ അവിടെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇല്ല സത്യത്തില്. അപ്പൊ ഇപ്രാവശ്യം പ്ലേ ഓഫിൽ കയറുമോ? 50% ചാൻസ് കുറവാണ് എന്റെ അഭിപ്രായത്തില്. 50 ചാൻസ് കുറവാണ്, കാരണം താഴോട്ട് ഇറങ്ങി നമ്മള്. അപ്പൊ ഇനിയിപ്പോ അരുണിന്റെ പ്രൊഡിക്ഷനിൽ ഏറ്റുണ്ടാകുന്ന ടോപ്പ് പ്ലേ ഓഫിൽ കയറുന്നതിൽ മുംബൈ ആണ്. മുംബൈ ഔട്ടായിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ സീസൺ തുടങ്ങിയിട്ടില്ല, നമ്മൾ സ്ക്വാഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. മുംബൈ ഇന്ത്യൻസ് സ്ക്വാഡ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അതിൽ T20 വേൾഡ് കപ്പ് ജയിച്ചു വന്ന അത്രയും T20 വേൾഡ് കപ്പ് ജയിച്ചു വന്ന ഇന്ത്യൻ ടീമിലെ 4 പ്ലേയേഴ്സ് കളിക്കുന്നു. വേറൊരു ടീമിലും വേറൊരു ടീമിലും 4 ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ടീമിലുള്ള പ്ലേയേഴ്സ് 4 പേര് പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുന്നില്ല. മുംബൈയിൽ ഹർദിക് പാണ്ഡ്യ കളിക്കുന്നു, തിലക് വർമ്മ കളിക്കുന്നു, സൂര്യകുമാർ യാദവ് കളിക്കുന്നു, ബുംറ കളിക്കുന്നു. അതിനൊപ്പം ഇൻഫോം ബാറ്റ്സ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ, അതുപോലെ ഇൻഫോമിലുള്ള റിക്കൾട്ടന്റെ പകരം ഒരു കളി ഇറങ്ങിയിട്ടുള്ള ഡിക്കോക്ക് കൊണ്ട് സെഞ്ചുറി അടിച്ചു. അപ്പൊ നമ്മൾ നോക്കുമ്പോ ആ ടീമിന്റെ 11 എടുക്കുമ്പോൾ രോഹിത് ശർമ്മയും റിക്കൾട്ടനും, അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഡിക്കോക്ക്, റിക്കൾട്ടൻ തന്നെ എടുക്കാം. പിന്നീട് തിലക്, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, നമംദിർ, പിന്നീട് വരുന്നത് റുദർഫോർഡ്. അപ്പോൾ ഈ ഒരു സ്കോഡ്, ആ ഒരു ബാറ്റിംഗ് ഡെപ്താണ് പറയുന്നത്. പിന്നീട് അവിടെ സാനർ വരുന്നു, പവർ പ്ലേയിൽ മികച്ച രീതിയിൽ എറിയുന്ന ദീപക് ചഹർ വരുന്നു, പവർ പ്ലേയിൽ മികച്ച രീതിയിൽ എറിയുന്ന ട്രെന്റ് ബോൾട്ട് വരുന്നു, അതുപോലെ തന്നെ ബുംറ വരുന്നു.
അപ്പൊ ഈ ഒരു സ്ക്വാഡ് ഈ ഒരു 11 കാണുമ്പോൾ ഭയങ്കര ഒരു എന്താണ് ഒരു വിന്നിങ് മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ വിന്നിങ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീം തന്നെയായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ തോന്നുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ എന്ത് നടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് ഈ സ്ക്വാഡ് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിച്ചാൽ അവർ ഏതുവരെ എത്തും എന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ആൽവി എങ്ങനെ കാണുന്നത്? മുംബൈയുടെ എന്ത് മേജർ ഇഷ്യൂ എന്തായിരുന്നു? പ്രശ്നം എന്തായിരുന്നു? പാണ്ഡ്യ ആയിരുന്നു പ്രശ്നം? പാണ്ഡ്യ ഒരു വിഷയമാണ്. അവരുടെ ക്യാപ്റ്റൻസി ഒരു വിധം ചിലപ്പോൾ കുഴപ്പമുണ്ടാവും, അവർ തമ്മിലുള്ള സംശയ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതായത് പെർഫോമൻസ് എല്ലാവരും ഡൗൺ ആണ്. റിക്കിൾട്ടൺ നല്ല ഭേദപ്പെട്ട നല്ല രീതിയിൽ സഹായിച്ചു കളി ജയിപ്പിക്കാൻ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, മുംബൈ ഇപ്പോഴും താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് തോന്നണ ഈ പാണ്ഡ്യനെ ഇഷ്ടപ്പെടാത്ത കാരണമാണോ ആ ടീം മൊത്തം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ കളിച്ചത്? അല്ല, അതിൽ എനിക്ക് അഭിപ്രായം ഉണ്ട്. പാണ്ഡ്യ 2 കളിയായിട്ട് ഇറങ്ങിയിട്ടില്ല. അല്ല, ചേഞ്ച് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയല്ലേ ഒരു പോസിബിൾ ആയ കാര്യം എനിക്ക് ഡൗട്ട്. കാരണം ഇത്രയും കാലം ക്യാപ്റ്റൻ ആയിട്ട് ഒരാളെ കാണിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം അയാൾ ഫ്രെയിമിലേ ഇല്ല, ഗ്രൗണ്ടിൽ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോ അതൊരു ടീമിന്റെ ഒരു ഫുൾ എന്താ പറയാ ഉള്ളിലത്തെ ഇന്നർ പൊളിറ്റിക്സ് എന്നല്ല, ഒരു ഇത് കോൺഫ്ലിക്റ്റ് എന്നല്ല പറയാൻ. ഇന്നർ പൊളിറ്റിക്സ് മേ ബി ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസിൽ ഇപ്പം ചെന്നൈയുള്ള കളി എടുക്കുക കേട്ടോ. ചെന്നൈയുള്ള കളി എക്സാമ്പിൾ എടുക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ബോളേഴ്സ് പറയുന്ന പോലെ ഫീൽഡ് ഇടാനായിട്ട്, ഈവൻ ബുംറ പറയുന്ന പോലെ പോലും ഫീൽഡ് ഇടാനായിട്ട് ഹാർദിക് പാണ്ഡ്യ സമ്മതിക്കാതെ ഹാർദിക് പാണ്ഡ്യ ഇടുന്ന ഫീൽഡിൽ അപ്പോൾ ആ ഒരു എന്താണ് ബോളേഴ്സിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഹാർദിക് പാണ്ഡ്യ പറയുന്ന രീതിയിലാണ് ബോൾ ചെയ്യേണ്ടി വരുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ചെന്നൈ കളിയിൽ ഹാർദിക് പാണ്ഡ്യ മെയിൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്, അതായത് ഋതുരാജ് ചെറിയ ടാർഗറ്റാണ്, 160യുടെ താഴെ ടാർഗറ്റ് ഉള്ളൂ. ഋതുരാജ് ഗെയ്ക്വാദും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയും ക്രീസിലേക്കുന്നു, റണ്ണ ബോൾ എടുത്ത് കളിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ അല്ലാ ഹസൻ ഫാറിനെ അല്ലെങ്കിൽ രഘു ശർമ്മനെ കൊണ്ടുവരുന്ന ഒരു സ്റ്റെമ്പിനാണ്, സ്ട്രേറ്റ് സ്റ്റെമ്പാണ് ബോൾ ചെയ്യുന്നത്. ഹാർദിക് പാണ്ഡ്യ ഫീൽഡ് ഇട്ടേക്കുന്നത് ഫൈൻ ലെഗിലാണ്, ബാക്ക് സൈഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ഈസി ആയിട്ട് ഗെയ്ക്വാദും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയും മിഡ് വിക്കറ്റിലോട്ട് അടിച്ച് സിംഗിൾ ഇട്ട് സുഖമായിട്ട് റൺസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആ ഒരു മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഫീൽഡറെ മിഡ് വിക്കറ്റിലേക്ക് ഇട്ടിട്ട് അവിടെ സിംഗിൾസ് തടയുമ്പോഴേക്കും ചെന്നൈ ജയം ഉറപ്പിച്ചൊരു ഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ലേറ്റ് റിയലൈസേഷനാണ്. അപ്പോൾ ഒരു പക്ഷേ ഗ്രൗണ്ടിൽ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂര്യകുമാർ അതുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് ഇത്രയും ഇവരൊക്കെ ഉണ്ട്, കോച്ചിങ് സ്റ്റാഫിലൊക്കെ അത്രയും എക്സ്പീരിയൻസുള്ള ആൾക്കാർക്കുണ്ട്. അപ്പോൾ അവരൊന്നും ഫിഗർ ഔട്ട് ചെയ്യാത്തൊരു മിസ്റ്റേക്ക് ആയിരിക്കില്ല അത്. അപ്പോൾ മേ ബി ആ ഒരു ഇന്നർ പൊളിറ്റിക്സ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും മുംബൈ ടീമിൽ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ മത്സരത്തിൽ ഇപ്പോൾ ഒരു മിഡ് വിക്കറ്റ് അവിടെ തുടക്കം തന്നെ വരുന്നു, സ്പിന്നർ വരുമ്പോൾ തന്നെ മിഡ് വിക്കറ്റ് വരുന്നു. കാർത്തിക് ശർമ്മ തീർച്ചയായിട്ടും അവിടെ സിംഗിൾ വരില്ല കാർത്തിക് ശർമ്മയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ കാർത്തിക് ശർമ്മ പൊതുവേ വളരെ ലോ സ്ട്രൈക്ക് റേറ്റിലാണ് ഈ സീസൺ കളിക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ഒരു പ്രഷർ വരും, റൺ റേറ്റ് കൂടും, പ്രഷർ വരും. അപ്പോൾ അടിച്ച് ഔട്ടാവാനുള്ള സാധ്യത ഒരു പക്ഷേ മുംബൈക്കാരുടെ കളി ജയിക്കാവുന്നൊരു സിറ്റുവേഷൻ മേ ബി ഉണ്ടാവാം. ഒരു പക്ഷേ രോഹിത് ശർമ്മയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പക്ഷേ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഇല്ല, എന്നിട്ട് പോലും ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. എന്തിനാണ് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊരു ബോളറെ എടുക്കുന്നു, ഒരു സ്പിൻ ബോളറെ എടുക്കുന്നു, എന്നിട്ട് അയാൾക്ക് ഓവർ കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു RCBയുടെ ഒരു ബ്രില്യൻസ് ആയിരിക്കും അവിടെ ജിതേഷ് ശർമ്മയ്ക്ക് പകരം കൃണാൽ പാണ്ഡ്യ വരുന്നു. കൃണാൽ പാണ്ഡ്യ ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്പിന്നറെ കൊണ്ടുവരാതിരുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു ഫാസ്റ്റ് ബോളറാണ് ടീമിലെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റത്തെ ഓവർ അശ്വിനി കുമാറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ 15 റൺ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ, അതായത് സില്ലി മിസ്റ്റേക്ക്, അതായത് ഇപ്പം നമുക്ക് പോലും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണ് അവരവിടെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാവുണ്ടാവും. ലാസ്റ്റ് ഓവർ പറയണ്ടത് വൻ കോമഡി ആയിരുന്നു. അല്ല, പിന്നെ ഞാൻ IPL കണ്ടുള്ള ഏറ്റവും നല്ലൊരു വാർത്ത, ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആ പരിപാടി ഇനി ഇല്ല, അവരങ്ങനെ കടത്തില്ല എന്നൊക്കെ പറയണ്ട. അപ്പൊ അതെന്താണ് അഭിപ്രായം? അത് അവരോടൊരു ഇഷ്ടമാണ്. അതിൽ കുറച്ച് നമ്മളെന്ത് സപ്പോർട്ട്, അതായത് ഒരു കളിക്കൊരു ഇതില്ല, അവരെ കോൺസെൻട്രേഷൻ മൊത്തം ഗാലറിയിലേക്കാണ്. തോന്നുന്നില്ല നിങ്ങൾ കളി കാണുന്നവർക്ക് ഗാലറി നോക്കിയിരുന്ന പന്തടിക്കാൻ പറ്റുമോ അത് പറയുന്നത്. അപ്പൊ അതങ്ങനെ ഒഴിവാക്കിയെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അതിനെങ്ങനെ ഇപ്പോ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വരുന്നു, പാർഷദീപ് സിംഗ് ഒക്കെ. അപ്പോ അതെനിക്കറിയില്ല, അതിനെപ്പറ്റി അല്ല. ഗേൾ ഫ്രണ്ട് സ്വന്തം പൈസക്ക് വരണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി പരിധി കൂടുതൽ കടന്നു വരുന്നതാണ് അവർ പറയുന്നത്. മൊത്തത്തിൽ ടീം മാനേജ്മെന്റ് എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഓഡിയൻസിന്റെ അഭിപ്രായം അല്ല എന്തായാലും വന്നിരിക്കുന്ന ടീമുകളുടെ മാനേജ്മെന്റ്. അത് മെയിൻ കാരണം ചിലപ്പോ ടീം മാനേജ്മെന്റ് വഴിയായിരിക്കും ഇവര് വരണ്ടാവുക. ഫ്രീ ടിക്കറ്റ് ആയിരിക്കും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനിയിപ്പോ നമ്മൾ കളിയിലേക്ക് വരുമ്പോ നമ്മൾക്ക് ഏറ്റവും വലിയൊരു വ്യത്യാസം വന്നത് മറ്റേ SRH ഉം KKR ആണ്. തുടക്കത്തിൽ ഭയങ്കര വീക്കായി തുടങ്ങിയിട്ട് ഇപ്പൊ നല്ലൊരു നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ടീമും വലിയ വ്യത്യാസമുണ്ട്. SRH പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. കൊൽക്കത്ത എപ്പോഴും തുലാസിലാണ്. 9 പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. കൊൽക്കത്ത കേറും എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. കേറില്ല തന്നെ ഏകദേശം ഒരു 10-15% ചാൻസ് ഒക്കെ അവർക്ക് ഉള്ളൂ. ഒറ്റ കളി ചെന്നൈ കയറാനായിട്ട് ഒരു 20-25% ചാൻസ് എങ്കിലും ഉണ്ട്. കാരണം ചെന്നൈക്ക് കയറണമെങ്കിൽ 3 കളി വെച്ചാൽ മതി, ഇവർക്ക് കയറണമെങ്കിൽ 4 കളിയും ജയിക്കണം. ഒറ്റ കളി ഒറ്റ കഴിഞ്ഞ്. അപ്പൊ SRH എന്ത് മാറ്റാണ് വരുത്തിയത്? കാരണം സ്റ്റാർട്ടിങ് തുടങ്ങി SRH നമ്മൾ ആദ്യം വന്നപ്പോൾ ഞാൻ പ്ലേ ഓഫിൽ കയറില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ടീം SRH ആയിരുന്നു. കാരണം അവരെ ബോളിംഗ് ലൈനപ്പ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് കളി കണ്ടു, ഉന്നത്കട, അതുപോലെ ഹർഷൽ പട്ടേൽ, അതുപോലെ കമിൻസ് ഇല്ല. അപ്പോൾ എല്ലാ ടീമുകളും തോറ്റിട്ട് തിരിച്ചു വന്ന ടീമുണ്ട്. അതായത് ഉള്ള ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് കളിച്ചു വന്ന ടീമുണ്ട്. അപ്പോൾ കൊൽക്കത്തയിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പതിരാണ് അവർ നല്ല രീതിക്ക് എടുത്ത പതിരാണില്ല, അതുപോലെ ക്യാമറോൺ ഗ്രീൻ ബോൾ ചെയ്യുന്നില്ല, അതുപോലെ ഹർഷിത് റാണിക്ക് പരിക്ക്, വരുൺ ചക്രവർത്തി ഫോം ഔട്ട്. അപ്പോൾ ബോളിങ്ങിലും മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷെ അവരുള്ള ബോളേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ കാർത്തിക് ത്യാഗിനൊക്കെ വെച്ചിട്ട് അവർ അങ്ങനെയുള്ള ബോളേഴ്സിനെ വെച്ചിട്ട് അവർ മാച്ച് വിന്നേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈയുടെ കേസിൽ അതാണ്. അൻഷുൽ കാംബോജൊക്കെ ഈ ലെവലിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ചെന്നൈ ബോളേഴ്സ് വിചാരിച്ചിട്ടില്ല, ചെന്നൈ ഫാൻസ് വിചാരിച്ചിട്ടില്ല. അതുപോലെ ഓവർടൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓവർടണിന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വേറെ ആരുമില്ല, നമ്മൾ തന്നെ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ആ പ്ലേയേഴ്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു ടീമാണ് SRH. ഇപ്പോൾ ഈഷൻ മലിംഗയുടെ എനിക്ക് പ്രിൻസ് യാദവിനൊക്കെ പറയുന്ന പോലെ അത്രയും എടുത്ത് പറയേണ്ട ഒരു ടാലൻ്റാണ് ഈഷൻ മലിംഗ. അത്രയും കിഡിലനായിട്ട് ബോൾ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഹുസൈനും അതുപോലെ തന്നെ പ്രഫുൽ ഹിഞ്ചും ഒരു കളി വരുന്നു. അവർ രണ്ടുപേരും എക്സെപ്ഷണൽ ആയിട്ട് ബോൾ ചെയ്യുന്നു. അത് രാജസ്ഥാനായിട്ട് ഞാൻ തകർന്നു പോയി കണ്ടിട്ട്. അപ്പൊ ഇപ്പത്തെ കറന്റ് സിറ്റുവേഷനിൽ പറഞ്ഞാൽ RCB ഒറ്റയാൾ പോരാളി പോലെ നിൽക്കണം, ഒരു ഒറ്റ കൊമ്പനായിട്ട് നിൽക്കാണ്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ടോ ഇപ്പൊ RCB കപ്പ് എടുക്കും? അത് 100% എടുക്കൂല ഉറപ്പാണ്. എതിരാളി ആരാ? പഞ്ചാബിനെയാണ് നമ്മളൊരു എതിരാളിയായിട്ട് കാണുന്നുണ്ടായിരുന്നെ ഫാൻസിൽ, ഒരുവിധം നോർമൽ ന്യൂട്രൽ ഫാൻസ് പോലെ. ഇപ്പൊ നിങ്ങൾ ആരെ കാണുക RCBക്ക് ഒരു എതിരാളി എന്ന് പറയണത്? പഞ്ചാബ് ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ഉള്ള ഒരു ടോപ്പ് 4 ടീം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയേക്കുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ നല്ലൊരു ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ ബെസ്റ്റ് ബാറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് തോന്നുന്നത് പഞ്ചാബ് അതുപോലെ SRH ഒക്കെയാണ്. RCB രണ്ടിന്റെ മിക്സ്ചറാണ്. RCBയിൽ ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റും സെയിം ബെസ്റ്റ് ബാറ്റിംഗ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് സൈഡ് എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ RCB ആണ്. കാരണം പഞ്ചാബിനെ എതിർക്കാം, പഞ്ചാബിന്റെ ബോളേഴ്സ് അപ്പോൾ അവർ 260-270 ചേസ് ചെയ്തെന്ന് പറയുമ്പോൾ 260 കൺസീഡ് ചെയ്തും പഞ്ചാബ് ബോളേഴ്സാണ്. ഹർഷദീപ് ഭയങ്കര ഫോമൗട്ടാണ്. ഹർഷദീപ് ഭയങ്കരമായിട്ട് റൺസ് വിട്ടുകൊടുക്കുന്നത്. അതുപോലെ ബാട്ട്ലെറ്റ് ആണെങ്കിലും ഫെർഗൂസൺ ആണെങ്കിലും റൺസ് നല്ല രീതിയിൽ ലീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫീൽഡിംഗ് മിസ്റ്റേക്സ് കൊണ്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ചഹലിനും ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൈശാഖ് വിജയകുമാറിനും ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ബോളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ എനിക്ക് ഇതുണ്ട്, ചാകര നന്നായി എറിയുണ്ട്. പക്ഷെ ഫീൽഡിങ് ശശാങ്ക് എല്ലാ മാച്ചും 2 കച്ചിട്ട് വിടുന്നുണ്ട്. അപ്പൊ നീ പറഞ്ഞ RCB കപ്പ് എടുക്കാൻ ചാൻസ് ഇല്ല, അത് എന്തുകൊണ്ടാണ്? ഒന്നാമത് എനിക്ക് അധികം ഇഷ്ടമല്ല, അത് കാരണല്ലേ. എനിക്ക് അവരിഷ്ടമല്ല. അവർക്ക് ബാറ്റിംഗ് ലൈനും നോക്കി നീ 8ാമത് ഇറങ്ങുന്ന ആള് വരെ ബാറ്റ്സ്മാനാ. അതിന്റെ ഇടയിൽ ഇമ്പാക്ട് പ്ലെയർ വേറെ ഇറങ്ങുന്നുണ്ട്. മൊത്തം ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ 2 സൈഡിൽ നിന്ന് നോക്കുമ്പോ ഈക്വലാണ്. ബോളിംഗ് സൈഡ് നോക്കുമ്പോഴും ബാറ്റിംഗ് സൈഡ് നോക്കുമ്പോ ഈക്വലാണ്. പക്ഷെ എനിക്കിഷ്ടമില്ല. എന്റെ ഒരു അഭിപ്രായത്തില് ഇത്ര വർഷം കാത്തത് ഇനി പഞ്ചാബ് എടുക്കണം. പിന്നെ ഡൽഹി ആയിരുന്നു, ഡൽഹി താഴെ പോയി ഇനി എടുക്കണ്ട. പിന്നെ എന്റെ അഭിപ്രായത്തിൽ രാജസ്ഥാൻ വീണ്ടും കയറി വരികയാണെങ്കിൽ രാജസ്ഥാൻ ഒരു അവസരം കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പൊ ഇനിയിപ്പോ പുറത്തായ ടീമിലെ ഏറ്റവും ഒരു എന്താ പറയാ കോമഡി അല്ലെങ്കിൽ എല്ലാ കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ടീമാണ് LSG. അപ്പൊ അതെന്താണ് പോയിന്റ് ഓഫ് പന്തിന്റെ എന്താ പറയാ, പന്ത് ഒരു കംബാക്കും ഇല്ല, അങ്ങനെ ഒരു പ്ലെയർ ആയിട്ട് അതൊന്നാമത് കാരണമുണ്ട്. സഞ്ജു കയറി വരണം പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. അതില് താഴ്ന്നു പോണത് പന്താണ്. ഞാൻ ഈ IPL ഇപ്പൊ ഫുൾ IPL എന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ IPL ഒരു യങ് ബാറ്റ്സ്മാന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മയോ ഒന്നുമല്ല, അത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് 2018 സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ്, 17 സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഡൽഹിയിൽ കളിക്കുന്ന സമയത്ത് അതാണ് ഒരു യങ്ങസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഒരു സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും വലിയ ടാലന്റ് ആണ് പന്ത്.
പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഡിപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പന്തിൻ്റെ കേസ് മാറ്റിയെടുത്ത ടീമിലോട്ട് വരുമ്പോൾ ഇവർ കഴിഞ്ഞ വർഷം അത്യാവശ്യം ഒരുപാട് കളികൾ ജയിച്ചത് ഓപ്പണിങ്ങിൽ മാർഷും അതുപോലെ മാർക്കറും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കളിയും നല്ല തുടക്കം തന്നു. അതുപോലെ പൂറൻ്റെ ഒരു ഫോമൊക്കെ ആയിരുന്നു. ഈ സീസണിൽ അവർ മാർക്കറും ഓപ്പണിങ്ങിൽ 1-2 കളി അദ്ദേഹത്തിന് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ മാർക്കറിനെ ഓപ്പണിംഗ് നിന്ന് മാറ്റി. മാർക്കറും ഡിസൈൻഡ് ഫോർ ഓപ്പണിംഗ് റോൾ, അദ്ദേഹം ഓപ്പണിംഗ് റോളിലല്ലാതെ എവിടെയും നല്ല രീതിയിൽ കളിക്കില്ല. സൺറൈസേഴ്സിൽ അദ്ദേഹം മിഡിൽ ഓർഡർ കളിച്ചിരുന്നു, അവിടെ ഒന്നും വലിയ കളി വന്നിട്ടില്ല. LSGയിൽ ഓപ്പണിംഗ് കളിച്ചപ്പോഴാണ് മാർക്കറും കളിച്ചത്. അപ്പോൾ ഓപ്പണിംഗ് നിർത്ത് മാറ്റിയപ്പോൾ മാർക്കർ എന്ന് പറഞ്ഞാൽ പ്ലെയറിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് വരാതെ, പിന്നെ മാർഷ് ഒറ്റയ്ക്ക് ചില കളികൾ കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇംഗ്ലീഷ് ആദ്യത്തെ കുറച്ച് കളി അവൈലബിൾ അല്ല, നിക്കോളാസ് പൂരൻ ഫോം ഔട്ട്. ഇതിനൊക്കെ പുറമെ പന്ത് ഇറങ്ങുന്നത് എവിടെയാണ്? പന്ത് ടോപ്പ് ഓർഡറിൽ വന്ന് കളിക്കുകയാണ്, അതായത് 2 വിക്കറ്റ് പോകുമ്പോൾ കളിക്കുകയാണ്. പന്ത് ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോൾ പന്തിന് ഓൾറെഡി ക്യാപ്റ്റനാണ്, ഓൾറെഡി ടീം ഇത്രയും സ്ട്രഗ്ലിംഗ് ആണ്, റൺസാണ്. അപ്പോൾ പന്തിന് അവിടെ റൺസ് കളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ടെസ്റ്റ് കാണും, ഇന്ത്യ ടെസ്റ്റ് കാണുമ്പോൾ കണ്ടിട്ടുണ്ട് പന്ത് ഫ്രീ ആയിട്ട് അവിടെ കളിക്കുക. പന്ത് ബാക്കിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഷോട്ട് അടിക്കും. IPL ഇപ്പോൾ എത്ര ഷോട്ട് പന്ത് ബാക്കിലോട്ട് കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിവേഴ്സ് കളിച്ചിട്ടുണ്ടാവും. ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് ടെസ്റ്റ് കളിക്കുമ്പോൾ അതിപ്പോൾ BGT ആണ്, ടെസ്റ്റിന് അത്രയും ക്രൂഷ്യൽ ഗെയിമാണ്. പന്തിന് വിഷയമല്ല, പന്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കും, പന്ത് ബാക്കിലോട്ട് കളിക്കും, തിരിഞ്ഞ് കളിക്കും, കിടന്നൊക്കെ അടിക്കും. പക്ഷേ LSGയിൽ കളിക്കുമ്പോൾ പന്ത് ഭയങ്കര ബാക്ക് ഫൂട്ടിൽ ഇറങ്ങി കളിക്കുകയാണ്, ബാക്ക് ഫൂട്ടിൽ ഇറങ്ങി ഭയങ്കര ഡിഫെൻസീവായിട്ട് പന്ത് കളിക്കുകയാണ്. പന്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലല്ല പന്ത് കളിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ബാറ്റിങ്ങിൽ മൊത്തത്തിൽ നെഗറ്റീവ് അപ്രോച്ച്. ഇപ്പോൾ പന്തിന് ക്യാപ്റ്റൻസി പ്രഷർ ഉള്ളതുകൊണ്ടൊക്കെ ആവാം. പിന്നീട് അങ്ങോട്ട് ഇവർ ഇന്നലെ സ്ക്വാഡിലിട്ട് രഘുവംശി അല്ലെങ്കിൽ ഹിമ്മത് സിംഗ് ഇവരൊക്കെ ഒരു ODI സ്റ്റൈൽ പ്ലേയേഴ്സാണ്. അവരിങ്ങനെ ക്ലാസ് കളിച്ചു പോകുന്ന പ്ലേയേഴ്സാണ്. ഇപ്പോൾ കാർത്തിക് ശർമ്മയെ പോലെയൊക്കെ. അപ്പോൾ ഈ മുകുൾ ചൗധരി എന്ന് പറഞ്ഞ പ്ലെയറുണ്ട്, ഒരു കളി KKR-നെതിരെ 50 അടിച്ചു, പിന്നെ 1-2 കളി അവൻ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ ടീമിൽ നിന്ന് തട്ടി. മുകുൾ ചൗധരിനെ അവർക്ക് വെക്കാം, അവിടെ അവൻ ഹിറ്ററാണ്, ആ ടീമിൽ അവിടെ ഒരു ഹിറ്റർ കളിക്കേണ്ട സ്ഥാനത്ത് ഹിറ്റർ തന്നെ കളിക്കണം, അല്ലാത്തവരെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഷഹബാസ് അഹമ്മദിനെ ഇപ്പോഴാണ് ഇറക്കുന്നത്. പിന്നെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ബോളിങ്ങിൽ ഇപ്പോഴും ചേഞ്ചാണ്, കണ്ടിന്യൂസ്ലി ഇവരിങ്ങനെ ആ സ്ക്വാഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇറക്കുക. അപ്പോൾ ആർക്കും എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ആ ടീമിൽ 1-2 സ്ഥാനം കൃത്യമായിട്ടില്ല. പക്ഷെ ഇതിൽ പ്രത്യേകത പുരാൻ ഇത്രയും കളി ഫോം ഔട്ട് ആയിട്ടും പുരാൻ ഇറക്കുന്നുണ്ട്, ആ ഒറ്റ കളി ഫോം ആയിട്ടുള്ളൂ. പുരാനെ മാറ്റിയിട്ട് അവിടെ ഇറക്കാൻ വേറെ ഇപ്പോൾ ഇംഗ്ലീഷ് അവൈലബിൾ ആയത് ഇത്രയും കളി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ടീം പുറത്തായ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് വന്നിട്ട് കാര്യമില്ല. അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ജാക്സ് വന്നു, ജാക്സ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടീം പുറത്തായി. ഇംഗ്ലീഷ് വന്നു, ഇവരൊക്കെ വരുമ്പോഴേക്കും ടീമിന്റെ കാര്യം. പക്ഷെ അത് കമ്മിൻസ് വന്നത് ആയിട്ടോടെ നന്നായി. അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ അവരെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ നോക്കി ഞെട്ടിപ്പോയി. ഫുൾ ലാൻസ് ക്ലോസ്നർ, അതുപോലെ തന്നെ ജസ്റ്റിൻ ലാംഗർ, വില്യംസൺ, അതുപോലെ ബോളിംഗ് കോച്ചായിട്ട് ഭരത്തരുൺ, ഇന്ത്യയുടെ ടോപ്പ് ബോളിംഗ് കോച്ച് ഭരത്തരുൺ, അതുപോലെ ടോമുടി, ഇങ്ങനെ ഇത്രയും കിടിലൻ ആൾക്കാരൊക്കെയാണ് ഇവരുടെ കോച്ചിങ് സ്റ്റാഫായിട്ടുള്ളത്. ഇന്നലത്തെ കളി ലാസ്റ്റ് ഓവറിൽ ഷഹബാസ് അഹമ്മദിന് റീച്ചില്ല, കാരണം അവിടെ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള ദൂബ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ അശ്വിന്റെ വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നിങ്ങൾ എറിയിക്കുക, ഫോമുള്ള ബോർഡറെ കൊണ്ട് എറിയിക്കുക, എന്തിനാണ് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നോക്കണം. ഇന്നലെ ദൂബ ലെഫ്റ്റ് ആയിരുന്നു, റൈറ്റ് ഹാൻഡ് സ്പിന്നറെ കൊണ്ട് റീച്ച് അടി കിട്ടി, 2 ബോൾ 6 കിട്ടി. ഓൾറെഡി മാർക്കറും കഴിഞ്ഞ കളി എറിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള പ്രിയാൻ ഷാരിയ 6 അടിച്ചാണ്. ആ ഓവറിൽ 32 റൺ കിട്ടി, ഒരു ഓവർ എറിഞ്ഞിട്ടുള്ളൂ. വീണ്ടും മാർക്കറത്തെ കൊണ്ടുവന്ന് എറിയിക്കേണ്ട ആവശ്യമില്ല, അതും ഓവർ ദ വിക്കറ്റ് എറിയുന്നു. ഓവർ ദ വിക്കറ്റ് ദൂബയ്ക്ക് അവിടെ ഇട്ട് കൊടുത്ത് എന്തായാലും അടി കിട്ടും. നിങ്ങൾ ഓഫ് സൈഡാണ് ഫീൽഡ് സെറ്റ് ചെയ്തേക്കുന്നത്, ഓവർ ദ വിക്കറ്റ് എറിയിക്കുന്ന മണ്ടത്തരാണ്. അപ്പൊ ഇതൊക്കെ നോർമലി ഒരു ക്രിക്കറ്റ് കുറെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇത്രയും മികച്ച കോച്ചിങ് മനസ്സിലായി. ഫാസ്റ്റ് ബോളർ ആണെങ്കിൽ ഒരു പക്ഷേ കളി തിരിഞ്ഞുണ്ടാവും. കാരണം ദുബൈക്ക് ഫാസ്റ്റ് ബോളർ അടിക്കാനുള്ള കാപ്പബിലിറ്റി കുറച്ച് കുറവാ, സ്പിന്നറുകാളും ബെറ്റർ. അപ്പൊ നമ്മുടെ IPL വിശേഷങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ ടോപ്പ് പ്ലേ ഓഫിൽ കയറണമെങ്കിൽ 4 ടീം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക.